ഫോണിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണോ? എന്നാൽ ഇമ്പോർട്ടന്റും ഉപകാരപ്രദവുമായ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1.5 GB 2 GB പോലെ വളരെ പരിമിതപ്പെട്ട ഡാറ്റയാണ് നമ്മുടെ കൈവശമുള്ളത്. ഈ ഡാറ്റയിൽ ഭൂരിഭാഗവും നമ്മളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അല്ല, ഈ ഡാറ്റകളിൽ 10 മുതൽ 30% വരെ ഉപയോഗിക്കുന്നത് ഫോണിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്ലിക്കേഷനുകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ അതാണ് സത്യം. ഇതുപോലെ ഇന്റർനെറ്റ് ആവശ്യമില്ലാതെ നിങ്ങൾ ദിവസേന ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ പകുതിയിലേറെ ഇവന്മാര് തന്നെ തിന്നു തീർക്കും. നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളിൽ ആരൊക്കെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കണം, ഏതൊക്കെ ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കണ്ട എന്ന് നിങ്ങൾക്ക് കൃത്യമായി തടയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം. എല്ലാ ഫോണുകളിലും ഈ ഫീച്ചർ ഇല്ല. ഈ ഫീച്ചർ ഇല്ലാത്ത ഫോണുകളിലും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈ ഫീച്ചർ ഉള്ള ഫോണിൽ ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഏതൊക്കെ ആപ്ലിക്കേഷൻ നെറ്റ് ഉപയോഗിക്കണം, ഉപയോഗിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടുപേർക്കുമായിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഉണ്ടോ എന്നൊന്ന് നോക്ക്. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. പല ഫോണുകളിലും പല സെറ്റിംഗ്സ് ആയതുകൊണ്ട് ഞാൻ 2 മെത്തേഡ് ഇതിൽ കാണിച്ചു തരാം. നിങ്ങളുടെ ആൻഡ്രോയിഡിലെ MIUI ഡിവൈസ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ നെറ്റ് ഇതിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റും. ഈ നോട്ട് പാഡിനൊന്നും ഒരിക്കലും നെറ്റിൻ്റെ ആവശ്യമില്ല, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമേ ഇല്ല. സിമ്പിൾ. ആ ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇൻഫോ ഓണായി കിട്ടും. ഇൻഫോ ഓണായി കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൊത്തം ഇൻഫോ വരും. വെയിറ്റ് ചെയ്യണം, അല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. എന്നിട്ട് ഇവിടെ കാണാം, നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് മറിച്ച് കഴിഞ്ഞാൽ കണക്ഷൻ മെത്തേഡ് എന്ന്. ഈ കണക്ഷൻ മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ, അതായത് വൈഫൈ, മൊബൈൽ ഡാറ്റ, സിം 1, സിം 2 എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് നെറ്റ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് തടഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചു തരാം. അതായത് ചിലർക്ക് ഇങ്ങനെ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ കിട്ടൂല, ഇവിടെ കണക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ കണക്ഷൻ മെത്തേഡ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഡാറ്റ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ഫോണിൽ ചിലപ്പം കുറച്ച് താഴോട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് ഡാറ്റ യൂസേജ് എന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇന്ന് ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്തതാണ് ഈ ഡാറ്റകളൊക്കെ എൻ്റെ ഫോണിൽ നിന്ന്. ഇതിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാം, ക്യാമറ. അതായത് ക്യാമറയ്ക്ക് എന്തിനാണ് മൊബൈൽ ഡാറ്റ? അപ്പോൾ എൻ്റെ ക്യാമറ 1.4 MB യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇപ്പം ഞാൻ ഒരുവിധം എല്ലാം ഓഫ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇതിനിടയിലൊക്കെ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു മാസം കൊണ്ട് ആ ഒരു ക്യാമറ മാത്രം എത്ര ഉപയോഗിച്ചെന്ന് നമുക്ക് നോക്കാം. ആ ഒരു മാസം കൊണ്ട് എൻ്റെ ക്യാമറ മാത്രം 38 MB യൂസ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് 1 GB പരസ്യങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണെങ്കിൽ 1 GB ഒക്കെ ഇതുപോലെ ഒരു ഡാറ്റ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ എനിക്കിത് ക്യാമറയാണ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഡാറ്റ യൂസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫോണിനകത്ത് തന്നെ കാണിച്ചു തരും. ഏത് സമയത്ത് എത്ര MB എല്ലാം കൃത്യമായിട്ട് MIUI ഡിവൈസുകളിൽ കാണിച്ചു തരും. ജസ്റ്റ് ഇവിടുന്ന് ഇതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ സിം മാത്രമാണെങ്കിൽ ഡാറ്റ സിം മാത്രം ഓഫ് ചെയ്യുക. ഇനി വൈഫൈ ഓഫ് ചെയ്യണമെങ്കിൽ വൈഫൈ ഓഫ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടും വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഒരുപാട് പഴയ മൊബൈലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡുകളുടെ മൊബൈൽ ആണെങ്കിൽ ചിലപ്പോൾ ഈ സെറ്റിംഗ്സ് അതിൽ കാണില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ആദ്യം നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ അല്ലെങ്കിൽ മുകളിലത്തെ സെർച്ചിങ് ബാറിൽ അതിൻ്റെ അഡ്രസ് ബാറിൽ TECHZ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് TechZ റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നാൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്യാം. ഞാൻ ഫുള്ള് ചിലർക്ക് വന്നിട്ടില്ലെങ്കിലും എന്തായാലും വരും. നിങ്ങൾ ഈ Z അടിക്കുമ്പോൾ തന്നെ ഇവിടെ സൈറ്റ് വന്നത് കാണാം. എന്നാലും ഞാൻ ബാക്കി കൂടി Z കഴിഞ്ഞിട്ട് RIGHT എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം
FTM ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓൺ ആയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഈ പോസ്റ്റ് വന്നത് കാണാം. അതായത് നെറ്റ് ഗാർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷന്. അത് ഏറ്റവും ഫസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങളിത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ മറ്റുള്ള പോസ്റ്റുകളാണ്, പുതിയ പോസ്റ്റുകൾ, ഇതുപോലെ പുതിയ പോസ്റ്റുകൾ മുകളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെർച്ച് ബാറിൽ നെറ്റ് സ്പേസ് GUARD അല്ലെങ്കിൽ നെറ്റ് ഗാർഡ് എന്ന് വരെ അടിക്കണ്ട, നെറ്റ് എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. നെറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരാൻ ഇത് തന്നെയാണ്, നെറ്റ് ഗാർഡ് തന്നെയാണ് വരാം. ഇവിടെ റീഡ് മോർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓണായി കിട്ടുക. ജസ്റ്റ് താഴോട്ട് പോവാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടാവും. ഇത് വായിച്ച് നോക്കാം. അവരുടെ പോളിസിയാണ്. വായിച്ച് നോക്കിയതിന് ശേഷം ഐ അഗ്രി കൊടുക്കുക ആയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് ഓക്കെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം രണ്ടാമതും ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴത്തും ഇനിയും ഉണ്ടാവും. എല്ലാം ഓക്കെ കൊടുക്കുക. ഓക്കെ, എല്ലാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതിൻ്റെ സെറ്റപ്പ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങളുടെ ഏതൊക്കെ ആപ്ലിക്കേഷന് നെറ്റ് ഉപയോഗിക്കേണ്ട, അതായത് ഇത് വൈഫൈയും തൊട്ടിപ്പുറമുള്ളത് മൊബൈൽ ഡാറ്റയാണ്. ഇത് മൊബൈൽ ഡാറ്റ, ഇവിടെയുള്ളത് വൈഫൈ. അപ്പോൾ നമുക്കിപ്പം കാൽക്കുലേറ്ററിന് വേണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. കാൽക്കുലേറ്റർ വേണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഏത് ആപ്ലിക്കേഷന് വൈഫൈ വേണമെങ്കിൽ വൈഫൈ, നിങ്ങൾക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻ നെറ്റ് ഉപയോഗിക്കണ്ട എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. മൊബൈൽ ഡാറ്റ, വൈഫൈ ഏതാണ് നിങ്ങൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതും ഓക്കെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വരാം. ഈ നോട്ടിഫിക്കേഷനിൽ ഇവിടെയും ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരണമല്ലോ. ഇപ്പം ഞാൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരണ്ടേ. അത് ഞാൻ ഇതിൽ യൂട്യൂബ് ഒന്ന് പോയി കാണിച്ചു തരാം. ഇതിപ്പോൾ യൂട്യൂബ് ഓണാക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ യൂട്യൂബ് ഇപ്പോൾ ഓൺ ആകുന്നുണ്ട്. പിന്നെ ഈ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ടാണ് ബ്ലറാക്കുന്നത് സ്ക്രീന്. ഓക്കെ, ഇതാ നെറ്റ് മുഴുവനായിട്ട് ഓണാണ്. ഇനി ഞാൻ യൂട്യൂബ് ഇതിൽ നെറ്റ് ഗാർഡിൽ ബ്ലോക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാത്തത് കാണിച്ചു തരാം. നെറ്റ് ഗാർഡിൽ യൂട്യൂബ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ യൂട്യൂബിന് മൊബൈൽ ഡാറ്റ അലൗഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ആ അലൗഡ് ഉള്ളത് ഓഫ് ചെയ്ത് കൊടുക്കാം. നെറ്റ് ഗാർഡിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, യൂട്യൂബ് ഓപ്പൺ ആവില്ല, അതായത് ഇതിന് നെറ്റ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇത്രയൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്കുള്ളൂ. ഇനി ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വേണ്ടാത്ത സമയത്ത് ഇവിടെ ഓഫ് ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണ്ടാത്ത സമയത്ത് ഈ മുകളിലത്തെ ഈ ബട്ടൺ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഏതെങ്കിലും സമയത്ത് വീണ്ടും വേണമ്പോൾ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിൽ യൂട്യൂബൊക്കെ ബ്ലോക്ക് ചെയ്തല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിന് മാത്രം നെറ്റ് ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ടാവും. അതിനൊക്കെ ഇതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്തുനിന്ന് ഓൺ ആക്കേണ്ട, ജസ്റ്റ് നെറ്റ് ഗാർഡ് ഓഫ് ആക്കി കൊടുത്താൽ മതി. നെറ്റ് ഗാർഡ് വേണ്ടുന്ന സമയത്ത് അതേപോലെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വർക്ക് ചെയ്തോളും. വേറെ പരിപാടിയൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി യൂട്യൂബിൽ നിന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.